കെ സുധാകരൻ പോളിംഗ് ബൂത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് പരാതി. വോട്ട് ചെയ്യാൻ ബൂത്തിൽ കയറിയത് അനുയായിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ജയന്ത് ദിനേശിനെതിരെയും പരാതി. സി കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. സി കെ വിജയൻ, ഈ ഘട്ടത്തിൽ മാത്രമാണല്ലോ ഇപ്പോൾ ഈ പരാതി ഉയർന്നു വരുന്നത്. പോളിംഗ് ദിവസം ഇതൊന്നും പറഞ്ഞു കേട്ടില്ല. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? യുവമോർച്ച നേതാവ്, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സിജിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് ആ പരാതിയിൽ ഉള്ളത്. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം ഇല്ലാതാക്കി, ചട്ടങ്ങൾ ലംഘിച്ച് മൊബൈൽ ഫോൺ ബൂത്തിനകത്തേക്ക് കൊണ്ടുപോയി. ഈ രണ്ട് കാര്യങ്ങളാണ് കെ സുധാകരനും അദ്ദേഹത്തിന്റെ സഹായി ജയന്ത് ദിനേശനും എതിരെയാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത്. വോട്ട് ചെയ്ത രംഗം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് പുറത്തുവിട്ടു. ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ് എന്ന് കാണിച്ചാണ് പരാതി. ശരി, ഗുരുതരമായ ചട്ടലംഘനമാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം, വോട്ടിങ്ങിന്റെ രഹസ്യ സ്വഭാവം ഇല്ലാത്ത തരത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ യുവമോർച്ച നേതാവ് പരാതി നൽകിയിരിക്കുന്നത്. കെ സുധാകരൻ സഹായിയോടൊപ്പം ആണ് വോട്ട് ചെയ്യാൻ എത്തിയത്. മറ്റൊന്ന്, മൊബൈൽ ഫോൺ ബൂത്തിലേക്ക് കൊണ്ടുകയറാൻ പാടില്ല എന്ന ചട്ടവും ലംഘിച്ചു എന്നതാണ്. അങ്ങനെയെങ്കിൽ എല്ലാ ബൂത്തിലും ഈ ചട്ടം കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. ഞാനൊക്കെ വോട്ട് ചെയ്യാൻ പോയ കാട്ടാക്കട മണ്ഡലത്തിലെ എൻ്റെ ബൂത്തിലെ 18-ാം നമ്പർ ബൂത്തിൽ പലരും മൊബൈൽ ഫോണും കൊണ്ട് തന്നെയാണ് കയറിയത് എന്ന് ഞാൻ കണ്ടിരുന്നു. ഇത് കയറാൻ പാടില്ല എന്നുള്ള ചട്ടം ഉള്ളതുകൊണ്ട് എൻ്റെ മൊബൈൽ ഫോൺ കാറിനുള്ളിൽ വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ അകത്തേക്ക് കയറിയത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അവിടെ കണ്ടത്. അത് നോക്കാനും അവിടെ ആരും ശ്രമിക്കുന്നതും കണ്ടില്ല. പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പല പിഴവുകളും കൊണ്ട് അടുത്ത തവണ ഇനി ഇത് ആവർത്തിക്കരുത്.